സ്മാർട്ട് പാലക്കാട് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനൊരുങ്ങി ഇന്റൽ മണിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇന്റൽ കെയർ പദ്ധതി നടപ്പാക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ള സർക്കാർ ഭവന പദ്ധതികൾ പെടാത്തവർക്കാണ് പദ്ധതിയിൽ മുൻഗണന. ആദ്യഘട്ടത്തിൽ 20 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി. അപേക്ഷകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ സമർപ്പിക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്റൽ മണി ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEO P. ഉമേഷ് മോഹനൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. MLA ഇനിഷ്യേറ്റീവുകളുടെ പേരാണ് സ്മാർട്ട് പാലക്കാട്. 20 വീട് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. നമ്മൾ 20 വീട്ടിൽ തുടങ്ങി 20 വീട്ടിൽ അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറം നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ മുൻപ് ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരുന്നപ്പോഴും നിങ്ങൾ പല മാധ്യമ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വീടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന പ്രയോറിറ്റി അത് നൂലാമാലകളില്ലാതെ നമ്മൾ ഇത് മുൻപ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ വീടൊക്കെ അലോട്ട് ചെയ്തിരുന്ന ആളുകൾ, ആ എക്സ്പേർട്സ് ഒക്കെ നമ്മുടെ പാനലിലുണ്ട്. അപ്പോൾ അവരത് അതിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട്, നമുക്ക് കിട്ടുന്ന അപേക്ഷകളുടെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട് അത് ചെയ്യും. ഈ സ്മാർട്ട് പാലക്കാട് ഇനീഷ്യേറ്റീവിന് ആദ്യത്തെ സ്രോതസ്സായി 20 വീട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭവനത്തിൻ്റെ പേര് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്മൈൽ എന്ന് പറഞ്ഞിട്ടാണ്. സ്മൈൽ ഹോംസ്. സോ ഞങ്ങളുടെ CSR ഇനീഷ്യേറ്റീവിനെ ഞങ്ങൾ വിളിക്കുന്നത് ഇന്റൽ കെയർ എന്നാണ്. അപ്പോൾ ഇന്റൽ കെയർ ഇൻ കോർഡിനേഷൻ വിത്ത് സ്മാർട്ട് പാലക്കാട്, വിച്ച് ഇസ് എ പ്യൂർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി പാലക്കാട് MLA, ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് സ്മൈൽ ഹോംസ്. സോ ഇതാണ് അതിൻ്റെ ലോഗോ വരുന്നത്.